എരികാടിന്റെ അക്ഷര മുത്തശ്ശിയായ എരികാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും ഗുരുക്കളുടെ ഭാവനാ ലോകത്തെ കൈപിടിച്ചുയർത്തുന്ന വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് ക്ഷണസ്വീകരിച്ചിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും എരികാടിന്റെ അക്ഷരത്തിന്റെ വ്യക്തിത്വത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സമാപന സമ്മേളനം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ അവരെ ഏറെ ആദരവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാകണം പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാകണം പുണ്യവഴികളിലൂടെ എരികാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആദരണീയായ ശ്രീമതി വിദ്യ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലും ഭൂഷിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഏവരെയും ഈ ചെറിയ കലാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ശതാബ്ദി സമാപന മേളയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആദ്യമായി സ്വാഗതം പറയുന്നുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ AC ഹൈടെക് വിദ്യാലയമായ എരികാട് ഗവൺമെന്റ് യു പി സ്കൂൾ പുതുപ്പള്ളിയുടെ ഹൃദയത്തിൽ നിരവധിയായ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക പുരോഗതിയിലും സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന്റെയും കൃത്രിമ ബുദ്ധിയുടെയും ഇന്നത്തെ കാലഘട്ടത്തിൽ തന്റെ പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മാനുഷികതയുടെ രസതന്ത്രത്തിലൂടെ അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഗവൺമെന്റ് യു പി സ്കൂൾ എരികാട് എന്ന നമ്മുടെ വിദ്യാലയം നിലകൊള്ളുന്നു. ഒരു നൂറ്റാണ്ടിന്റെ നന്മകൾ പേറി മികച്ച തലമുറകളെ വാർത്തെടുത്ത് ഈ വിദ്യാലയം മുത്തശ്ശി ഇന്ന് ശതാബ്ദി ആഘോഷം സമാപനം കുറിക്കുകയാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ റാന്നി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ബർണബാസ് ആഫ്രിക്കൻ മെത്രാപ്പോലീത്ത ശാസ്ത്ര സാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ MI ആൻഡ്രൂ സാർ, ഈ നാടിന്റെ പേരിനൊപ്പം സ്വന്തം പേരെഴുതാൻ കഴിഞ്ഞ ശ്രീ PC എരികാട് സാർ, ഡോക്ടർ സുധാകരൻ, കവിയൂർ പൊന്നമ്മ ചേച്ചി തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെതായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ വാർഡിന്റെ മുൻ മെമ്പറായിരുന്ന സാം കെ വട്ടി സാർ, ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീ പ്രമോദ് കുര്യാക്കോ സാർ, പ്രമുഖ വ്യാപാര പ്രമുഖർ, അങ്ങനെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്ക് സമൂഹത്തിന് സംഭാവന ചെയ്ത് നല്ല ഒരു വിദ്യാലയമാണ് നമ്മുടെ എരികാട് ഗവൺമെന്റ് യു പി സ്കൂൾ. ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാർ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിമിതികളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. 14 ഡിവിഷനുകളിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ കുട്ടികളുടെ എണ്ണം നമുക്കിവിടെയുണ്ട്. പക്ഷേ ഏകദേശം 8 ക്ലാസ് റൂമുകൾ മാത്രമേ ഉള്ളതിനാൽ കൂടുതൽ ഡിവിഷനുകൾ അനുവദിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മളെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് പുതിയ ഒരു കെട്ടിടത്തിന്റെ പ്ലാനും പദ്ധതികളും എല്ലാം തയ്യാറാക്കി മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഒരു ഒരു ഫയലായി അദ്ദേഹം അവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വാസവൻ മന്ത്രി നമുക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്വപ്നം സഫലമാക്കി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്മ ചന്ദ്രനാണ്. ഈ കലാലയത്തിന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അധ്യക്ഷയ്ക്ക് നമ്മുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടായി നമ്മുടെ വിശിഷ്ട വ്യക്തികളായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ കലാലയത്തെ മുന്നോട്ട് നയിച്ച ഈ രീതിയിലാക്കി തീർത്ത നമ്മുടെ പ്രമുഖരായ അധ്യാപക ശ്രേഷ്ഠരാണ്. പ്രഥമ അധ്യാപകരായും ഒപ്പം സഹ അധ്യാപകരായും നമ്മുടെ ഈ സ്കൂളിനെ മുൻപന്തിയിൽ എത്തിക്കാൻ പ്രയത്നിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MI ആൻഡ്രൂ സാറ്, അതുപോലെ PC എറിയാട് സാറ്, നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് കുമ്മമ്പാറ, അതുപോലെ തന്നെ നിരവധി വിശിഷ്ടമായ വ്യക്തിത്വത്തിനുടമകളായ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ കലാലയത്തിൽ വർക്ക് ചെയ്ത മണിച്ചേട്ടനടക്കമുള്ള മറ്റ് അധ്യാപകരും അവരെ സർവ്വപിന്തുണയും കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റുമാരും എല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വിവിധ സമ്മാനങ്ങൾ നൽകുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിന്റെ അസാന്നിധ്യത്തിലും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ വിദ്യാലയം ഒരു ഹൈടെക് ആക്കി തീർക്കുവാൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട നിബു ജോൺ എഴുത്തുകൾ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നമ്മുടെ രാജി സാറിന്റെ നിർദ്ദേശങ്ങൾ അതേപടി പിന്തുണച്ച് ഒരു മാറ്റവും വരുത്താതെ എല്ലാവരുടെയും സ്വപ്നമായ എല്ലാ ക്ലാസ് റൂമുകളും AC ആയ ഹൈടെക് എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു നവീന വിദ്യാലയമായി ഈ സ്കൂളിനെ മാറ്റിത്തീർത്തത് പ്രിയപ്പെട്ട നിബു ജോൺ എഴുത്തുകളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സാറിനെ വളരെ സന്തോഷപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ പ്രമോദ് കുര്യാക്കോസ് സാറും നമ്മളൊപ്പം എത്തിയിട്ടുണ്ട്. സാറിനെ വളരെ സന്തോഷപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ശാന്തമ്മ ഫിലിപ്പോസ്, ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ് വ്യക്തിപരമായ ദുഃഖങ്ങളുടെ സമയത്താണെങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്കൊരു പിന്തുണയായി ഈ കൂട്ടത്തിലെത്തിയിട്ടുണ്ട്. മാഡത്തിനെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ശ്രീമതി ശാന്തമ്മ തോമസ്, വത്സമ്മ മണി, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സാബു പുതുപ്പറമ്പ്, സാബുചേട്ടൻ എല്ലാ പ്രാവശ്യവും വളരെ സന്തോഷത്തോടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് എന്ത് വേണം ടീച്ചറിന് എന്ത് വേണം എന്നുള്ളൊരു സപ്പോർട്ടോടെ ഫുള്ളായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. ബഹുമാനപ്പെട്ട സാബു പുതുപ്പറമ്പൻ സാറിനെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും തന്നെ ശ്രീ സുധൻ സാറ്, ധന്യ മെമ്പർ, അതുപോലെ തന്നെ CG മെമ്പർ, ശ്രീമതി സൂസൻ, എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ആശംസ നേടാനായി നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയുമായി പ്രിയപ്പെട്ട ശ്രീജ ടീച്ചറ്, അതുപോലെ തന്നെ AEO അനിൽ സാറ്, നമ്മുടെ BPC സജൻ സാറ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ യോഗത്തിന്റെ പ്രധാന ഘടകം, വർണ്ണഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും കൂടിയാണ്. SSK അനുവദിച്ച 10 ലക്ഷം രൂപ കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഈ കൊച്ചുകുട്ടികളുടെ നൈസർഗിക വാസനകളെ തൊട്ടുണർത്താൻ വേണ്ടി ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വിദ്യാലയത്തിന് അനുവദിച്ച വർണ്ണക്കൂടാരം.
കഴിഞ്ഞ വർഷം 110ഓളം കുട്ടികൾ LKG UKG ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ അവസരം ലഭിച്ചത്. വളരെ സന്തോഷപൂർവ്വം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് സജൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുൻ വാർഡ് മെമ്പർ ശ്രീ സാം കെ വർക്കി, നമ്മുടെ സഹായിയായി നമുക്ക് സപ്പോർട്ടായി എപ്പോഴും സമൂഹത്തിൽ നമ്മോടൊപ്പമുള്ള ശ്രീ സുഭാഷ് പി വർഗീസ്, അതുപോലെ ശ്രീമതി ടിൻഡു മനോജ്, അതുപോലെ മറ്റ് അഭ്യുദ്യോഗാംക്ഷികൾ എല്ലാവരെയും ഒന്നിച്ച് ഞാൻ സ്കൂളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സാന്തമ്മ തോമസ് ചേർന്നിട്ടുണ്ട്. മാഡത്തിനോട് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തില് കുട്ടികൾക്ക് ആശംസ നേരാനായി പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സിറിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ശ്രീമതി പൃഥ്വി ഷാജി എത്തിയിട്ടുണ്ട്. ഈ വിദ്യാലയത്തിന്റെ വികസനത്തിന് ഏറ്റവും ആണിക്കല്ലായി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ രക്ഷകർത്താക്കളാണ്. മറ്റ് ഒരിടത്തും കാണാത്ത ഒരു നല്ല ഒരു സഹകരണമാണ് എനിക്ക് 5 സ്കൂളുകളിൽ പഠിപ്പിച്ച് ഇവിടെ എത്തിയ എനിക്ക് ലഭിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഉത്സവ പറമ്പ് തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സിറിലും MPTA പ്രസിഡന്റ് ബ്രിട്ടയുടെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. നേരെ വെളുത്തപ്പോഴൊന്ന് പോയി ബസ് ചെയ്ത് വന്നതേ ഉള്ളൂ. വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ജനറൽ കൺവീനർ ശ്രീ സതീഷ് കൊച്ചുകേരട്ടാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ അദ്ദേഹമായിരുന്നു PTA പ്രസിഡന്റ്. ഏകദേശം 7-8 വർഷത്തോളം അദ്ദേഹം PTA പ്രസിഡന്റായി വർദ്ധിച്ചുകൊണ്ട് 2-3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിന് ബെസ്റ്റ് PTA അവാർഡ് ജില്ലാ തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സ്കൂൾ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും കുടുംബത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ സാന്നിധ്യം കൊണ്ട് എത്തിച്ചേർന്ന എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ചു തന്ന എല്ലാ അഭ്യുന്നകാംക്ഷികൾക്കും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും ഉന്നമന കുഞ്ഞുങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ അവരെ ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിന്ന് ഇത് 1924 സ്ഥാപിതമായ സ്കൂളാണ് ഗരികാട്. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ശതോത്സവമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. രാവിലെ തന്നെ നല്ല കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം വളരെ ഒരു നല്ല റാലിയായിട്ട് ഇവിടെ 8 മണി മുതൽ എത്തിച്ചേർന്നു. ഈ ഗരികാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അതൊരു വലിയ പരിപാടിയാക്കി മാറ്റാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അതവിടെ പ്രവർത്തിക്കുന്ന HM-ന്റെ അതുപോലൊപ്പം തന്നെ ടീച്ചർമാരും PTA പ്രസിഡന്റ് PTA ഭാരവാഹികളെ അവരുടെ എല്ലാം ഒത്തൊരുമയോടെ ഉള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും വിജയിച്ചത്. അതുപോലെ തന്നെ ജില്ലയിൽ തന്നെ AC ക്ലാസ് റൂമും ഹൈടെക് സ്കൂളുമാക്കിയത് തന്നെ നമുക്കറിയാം. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് നിബു ഇരുന്ന ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല ഭംഗിയായിട്ടിവിടെ നടത്തിയെന്ന് പറഞ്ഞു. നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ച് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഈ ഭരണകൂടാരത്തിനെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 86ാമത്തെ ഭരണകൂടാരമാണ് ഇന്നിവിടെ രാജ്യത്തെ നമ്മുടെ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്കൂളിലെ കെട്ടിടത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് കുട്ടികൾ 400 പരം കുട്ടികളുണ്ട്. നമുക്ക് ആ സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി നിവേദനങ്ങളും മന്ത്രിക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതുവരെ ആദ്യം നമ്മുടെ ഈ ശതോത്സവം ആഘോഷിക്കാൻ തന്നെ ഇരുന്നത് നമ്മുടെ സ്കൂളിന്റെ പണിയും കൂടെ ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഇതിലാണ് ഇരുന്നത്. പക്ഷെ അത് നടക്കാൻ സാധിച്ചില്ല. തറക്കല്ലേലും വിട്ടിട്ട് ചെയ്യാൻ എന്നുള്ള ഒരു വിചാരമായിരുന്നു ടീച്ചറിനും ഞങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ. ഞങ്ങളുമൊക്കെ ടീച്ചറിന്റെ കൂടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എല്ലാം നിവേദനം കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ മന്ത്രി ഇവിടെയുണ്ട്. മന്ത്രിയും കൂടെ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് ആ ഫണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് സ്കൂള് കുട്ടികൾക്ക് ഒരു നല്ല രീതിയിൽ ഇന്ന് പഠിക്കാനുള്ള ഒരു സ്കൂള് ആകാൻ കഴിയാൻ സാധിക്കട്ടെ എന്ന് വിശദത്തിൽ പറഞ്ഞുകൊണ്ട്
എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. മന്ത്രിക്ക് പല പരിപാടികളുണ്ട്, പോകേണ്ടതായ തിരക്കുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാം നല്ല രീതിയിൽ വിജയിക്കട്ടെ. കുട്ടികൾ കൂടുതൽ ഇവിടെ വരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ടീച്ചർമാർക്കാണെങ്കിലും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ നല്ല രീതിയിൽ മുമ്പോട്ട് അവർ പഠിച്ചു മിടുക്കന്മാരും മിടുക്കികളും ആകാൻ കഴിയട്ടെ എന്ന്, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാറിനെ ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ എരികാടിന്റെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, റിയാഡ് ഗവൺമെന്റ് UP സ്കൂളിനെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ. ഒരു കലാലയം ശതാബ്ദി ആഘോഷത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് ഏറെ സന്തോഷകരമായ സന്ദർഭമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉന്നതസ്ഥാനീയരായി മാറാൻ കഴിഞ്ഞ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങളെ കുറിച്ച് അവരെ വിദ്യാഭ്യാസ രംഗത്തും വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്കും വിശാലമായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഗുരുനാഥന്മാരും അതുപോലെ PTA ഭാരവാഹികളുമെല്ലാം ഈ പ്രദേശത്ത് മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ അത്തരത്തിലുള്ള ഗുരുനാഥന്മാരെയും അതുപോലെ ഈ കലാലയത്തിന് വേണ്ടി പ്രവർത്തിച്ച PTA ഭാരവാഹികളെയെല്ലാം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. ഇന്നും ഈ കലാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് ഈ കലാലയത്തെ ഉന്നതിയിലേക്ക് നയിച്ച ഒട്ടനവധി അധ്യാപകർ നമ്മോടൊപ്പം ജീവിച്ചിരിക്കും. അവരെല്ലാം ഈ കലാലയത്തിന് വേണ്ടി നൽകിയ മഹത്തായ സംഭാവനകളെ പ്രത്യേകമായി അനുസ്മരിക്കുകയും ഒരു കലാലയം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയകരമായ രൂപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി 4 ഘടകങ്ങൾ ഒരുമിക്കുമ്പോഴാണ്. 1 അധ്യാപകർ, 2 വിദ്യാർത്ഥികൾ, 3 PTA, 4 മാനേജ്മെന്റ് അഥവാ ഗവൺമെന്റ്. ഈ കലാലയത്തെ സംബന്ധിച്ചോളം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ ആകർഷിക്കപ്പെടുന്ന വിദ്യാലയമാണ്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലഘട്ടങ്ങളിലും വർത്തമാന കാലഘട്ടത്തിലും ഈ കലാലയത്തെ നയിക്കുന്ന രംഗത്ത് അധ്യാപകരും PTAയും എല്ലാം ശ്രദ്ധാപൂർവമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പഠിക്കാനുള്ള സൗകര്യം, പശ്ചാത്തല സൗകര്യവും അപര്യാപ്തമായി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഒരു UP സ്കൂൾ എല്ലാ ക്ലാസ് റൂമുകളും AC ആക്കി എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി മുന്നോട്ട് വന്ന സംസ്ഥാനത്തെ അപൂർവ സ്കൂളുകളുണ്ടെങ്കിൽ ജില്ലയിൽ നമ്മുടെ സ്ഥാനം 1ാമതായി നിൽക്കുന്നു എന്നെടുത്ത് സൂചിപ്പിക്കുമ്പോൾ ഈ സ്കൂളിനോട് ഈ നാളിൽ
അതുപോലെ തന്നെ ഇതിനെ ശ്രദ്ധിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര കണ്ട് ആത്മാർത്ഥമായി സമീപിക്കുന്നു എന്നുള്ളതിന്റെ വൃത്താന്തങ്ങൾ. ആ നിലയിൽ ഈ സ്കൂളിനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് വിലപ്പെട്ട സംഭാവനകൾ നൽകി ഇതിന് കടമൊരുക്കിയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഇനിയും സ്കൂൾ സൗകര്യങ്ങൾ, ക്ലാസ് മുറികൾ കൂടുതലായി പരിമപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കണമെന്നാണ് ഹെഡ്മിസ്ട്രസ് അഭ്യർത്ഥിച്ചത്. കൃത്യമായി ഗവൺമെന്റ് മുമ്പിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ നിശ്ചയമായും പരിഗണിക്കുന്ന രംഗത്ത് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കുമെന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന പൊതു സമീപനം നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അനാദായകരമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് സ്കൂളുകൾ പൂട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചതിന്റെ ഫലമായി നിരവധി സ്കൂളുകൾ ഹൈടെക് ആക്കാൻ കഴിഞ്ഞിരിക്കും. ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്കൂൾ എല്ലാ അർത്ഥത്തിലും ഹൈടെക് ആക്കി മാറ്റുന്ന പ്രക്രിയയിലേക്ക് വന്നപ്പോൾ അത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എല്ലാം ഉൾക്കൊള്ളുന്ന അത്തരം സ്കൂളുകൾ പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിച്ചും ലാബറട്ടറികളും റീഡിംഗ് റൂമും അതേപോലെ സ്വിമ്മിംഗ് പൂളും മനോഹരമായ പ്ലേ ഗ്രൗണ്ടുകളും അവർക്ക് പഠനത്തിന് ഏറ്റവും ആധുനിക സംവിധാനത്തോടുകൂടി ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും സ്ക്രീനുകളും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടാണ് അന്തർദേശീയ നിലവാരത്തിൽ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്കൂൾ എന്ന ആശയം അർത്ഥപൂർണമാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇന്ന് സംസ്ഥാനത്ത് പ്രായോഗികമാക്കിയിരിക്കുന്നു. അതിന്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സ്കൂളുകൾ മുമ്പ് കാലഘട്ടത്തിൽ അനാദായകരമെന്ന് പറഞ്ഞ് പൂട്ടാൻ ശ്രമിച്ചതെല്ലാം ഇന്ന് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മഹത്തായ നേട്ടം തന്നെയാണ്. വിദ്യാഭ്യാസം കേവലം ഒരു അഭിജാത ന്യൂനപക്ഷത്തിന്റെ ആർഭാടമാക്കി മാറ്റുക എന്ന ഒരു സമീപനം എല്ലാ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. എല്ലാവർക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉണ്ടാകും. അതിന് സഹായിക്കുന്ന തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിച്ചും അതുപോലെ തന്നെ സിലബസുകളിൽ മാറ്റം വരുത്തിയും വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ ഉറപ്പാക്കി പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും അത്തരത്തിലുള്ള നീക്കം നടത്തുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വർത്തമാന കാലഘട്ടത്തിൽ രാജ്യത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗവും ഉയർന്നു വരികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നു. ആദ്യത്തെ സയൻസ് പാർക്ക് ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നു. കൂടുതൽ ഇന്നോവേഷൻ സെന്ററുകളും കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളായിരിക്കുന്നു. അതേപോലെ റോബോട്ടിക് എഞ്ചിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളായിരിക്കുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ യോജിച്ച രൂപത്തിൽ തൊഴിൽ നൈപുണ്യവും അതിന്റെ പരിശീലനവും നൽകി അസാധു സെന്ററുകൾ വളർത്തിയെടുക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പുത്തനാശയങ്ങളാണ്. ഒരുപക്ഷെ +2 പാസ്സാവുന്ന വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സംഘശക്തിയും ബൗദ്ധിക നിലവാരവും വളർത്തിയെടുത്ത് അവരെ കൂടുതൽ ഈ നാടിന്റെ സമ്പന്നമായ വിശാലമായ വികസനത്തിന് വഴിയൊരുക്കുന്ന രൂപത്തിൽ പ്രാവർത്തികമാക്കാനും തൊഴിലന്വേഷകരല്ല തൊഴിൽദായകരാക്കി മാറ്റാനും കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്തെ നൂതന ആശയങ്ങളാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പ്രൈമറി തലത്തിൽ തുടക്കം കുറിക്കുന്ന സിലബസുകൾ ഇന്ന് ക്രമീകരിക്കുകയാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിന്റെ പാചത്തിന്റെ മുഴക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആരംഭിക്കുന്ന വർണ്ണക്കൂടാരം എല്ലാവർക്കും അറിയാം. മുൻകാലഘട്ടങ്ങളിൽ കുട്ടികളെല്ലാം 1ാം ക്ലാസ്സിലായിരുന്നു ഇവിടെ ചേർന്നുകൊണ്ടിരുന്നത്. ഇന്നതല്ല, വർണ്ണക്കൂടാൻ വരുമ്പോൾ സാധാരണ അൺഎയ്ഡഡ് മേഖലയിൽ LKG UKG ഒക്കെ തുടങ്ങിയ കാലഘട്ടം മുതൽ ഗവൺമെന്റ് സ്കൂളുകളിൽ വർണ്ണക്കൂടാരത്തിന് ആശയം കൊടുത്തിയ SSA മുന്നോട്ട് വെച്ച ആശയമാണ് വർണ്ണക്കൂടാരം. ആ വർണ്ണക്കൂടാരത്തിൽ നമ്മൾ കണ്ടു കുട്ടികൾക്ക് മനോഹരമായി വിനോദത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ. ആ വിനോദം വിജ്ഞാനത്തിലേക്ക് കടക്കുകയാണ്. അവർ ചിരിയിലൂടെ കളിയിലൂടെ പഠനത്തിലേക്ക് കടക്കുന്ന സൗകര്യമാണ് വർണ്ണക്കൂടാരത്തിൽ പരിവപ്പെടുത്തുക. പണ്ട് കാക്കയെ കൂടുവിടെ എന്ന് പഠിച്ചിരുന്ന സ്ഥാനത്ത് 1 കുന്നുമേൽ ഒരാടി കുന്നുമേൽ 1000 കൂടി കൂട് വെച്ച് നമുക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കൊച്ചുകുട്ടികൾ LKGയിലും UKGയിലും ഒക്കെ പഠിക്കുന്നതോ അത് വർണ്ണക്കൂടാരം വഴി അവർക്ക് വിജ്ഞാനം സ്വായത്തമാക്കാൻ വിനോദത്തിന്റെ ഉപാധികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഏതാണ്ട് 1 ഡസനേറെ ഇടങ്ങളുണ്ട്.
അത് കളിയിടമാകാം, വരയിടമാകാം, ഗണിതയിടമാകാം, ശാസ്ത്രയിടമാകാം. ഇങ്ങനെ വിവിധ ഇടങ്ങൾ രൂപീകരിച്ച് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ സർഗവാസനകളും അവരുടെ അഭിരുചിയനുസരിച്ച് അവരുടെ വിനോദോപാധികളിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് വർണ്ണക്കൂടാരം അതിന്റെ പ്രാവർത്തിക രൂപം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത്തരം ഒരു രൂപത്തിലേക്ക് താഴെ കണ്ടു നല്ല ഗുഹകൾ, അതേപോലെ അവർക്ക് ഓടിക്കളിക്കാനുള്ള പാർക്കുകൾ, വിവിധ സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് പ്രാഥമികമായി അവരുടെ ബൗദ്ധിക നിലവാരങ്ങളെ വിജ്ഞാനപ്രദമായ രൂപത്തിലേക്ക് വികാസം പ്രാപിക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന സൗകര്യങ്ങളാണ് വർണ്ണക്കൂടാരം വഴി വിഭാവനം ചെയ്ത് SSI മുന്നോട്ട് വരുന്നത്. ആ SSK ഇന്ന് സംസ്ഥാനത്ത് ഓരോ സ്കൂളിലും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്താണ് വർണ്ണക്കൂടാരങ്ങൾ നടപ്പാക്കുന്നത്. ഈ സ്കൂളിൽ ഏതായിരുന്നാലും വളരെ കാലകൂട്ടി തന്നെ ഗ്രാമപഞ്ചായത്തും അതുപോലെ ഇവിടുത്തെ PTA എല്ലാം ഈ സ്കൂളിനെ അധ്യാപകരുമായി യോജിച്ച് ഈ സ്കൂളിനെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടനവധി സുദീർഘമായ സേവനങ്ങൾ, ആ ദൗത്യത്തോടൊപ്പം വർണ്ണക്കൂടാരവും SSKയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇവിടെ മനോഹരമായി നിർമ്മിച്ച് ഇന്ന് പിഞ്ചുകുട്ടികൾക്ക് വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് കടക്കാൻ കഴിയുന്ന സൗകര്യമൊരുക്കി ഇന്നത് പ്രാവർത്തികമാകുകയാണ്. നാളുകളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ കലാലയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാവി ഭാസുരമാക്കാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ട് ഒരു നൂറ്റാണ്ടുകാലം ഈ മഹത്തായ സ്ഥാപനത്തെ നയിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മുമ്പ് മൺമറഞ്ഞവരുമായ എല്ലാ ആളുകളെയും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് ശതാബ്ദി ആഘോഷത്തിലേക്ക് കടക്കുക. ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഘട്ടത്തിൽ തന്നെ വർണ്ണക്കൂടാരവും ഉദ്ഘാടനം ചെയ്ത് പുതിയ സാഹചര്യങ്ങളും സാധ്യതകളും ഒരുക്കി ഭാവിയിൽ നമുക്ക് വിവിധ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി എറിയാട് ഗവൺമെന്റ് UP സ്കൂൾ ഈ ജില്ലയിലെ ഏറ്റവും മികവാർന്ന കലാലയം എന്ന എല്ലാ അർത്ഥത്തിലുള്ള അതിന്റെ ഇന്നത്തെ സ്ഥിതി നിലനിർത്തിക്കൊണ്ടതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കാൻ സഹായകരമായ സാഹചര്യങ്ങൾ സംജാതമാകട്ടെ. അതിനിവിടുത്തെ PTA-യും അധ്യാപകരും അതുപോലെ തന്നെ പഞ്ചായത്തുമെല്ലാം ചെയ്യുന്ന മഹത്തായ സേവനങ്ങളെ പ്രത്യേകമായി ഗവൺമെന്റിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ശതാബ്ദി ആഘോഷവും വർണ്ണക്കൂടാരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികൾക്കുള്ള എറിയാട് വിദ്യാലയത്തിന്റെ സ്നേഹോപഹാരം കൂടി ഏറ്റുവാങ്ങണമെന്ന് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും വിളിക്കുകയും ആദരിക്കുകയും ചെയ്യാനുള്ള സൗകര്യം കാരണം അവരെ സ്നേഹോത്സവമായിട്ട് ആദരിക്കുന്നതിന് എറിയാട് സ്കൂളിന്റെ ചരിത്രം വഴി മാറ്റിയ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ യുഗത്തിലേക്ക് എറിയാട് സ്കൂളിനെ കൈപിടിച്ച് ഉയർത്തിയ ഞങ്ങൾ എന്നും സ്നേഹിക്കുന്ന ഏറെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഇബു ജോൺ എത്തിക്കൽ സാറിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ PC റിഗാർഡ്, ശ്രീ PC റിഗാർഡ് സർ. ശ്രീ MI ആൻഡ്രൂസ് സർ, ശ്രീ MI ആൻഡ്രൂസ് സർ.
അടുത്തതായി ശ്രീ വിനോദ് പൊങ്ങമ്പാറ. ശ്രീ വിനോദ് ഈ നാടിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് പെരുകാട് UP സ്കൂൾ അതിൻ്റെ പുതിയ ഒരു വർണ്ണശബളമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ നിരവധിയായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ നിരവധിയായ വിദ്യാലയങ്ങൾ, ആ വിദ്യാലയങ്ങളെല്ലാം ഏതാണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പുതുപ്പള്ളിയിൽ ശ്രദ്ധേയമായ നിരവധി സ്കൂളുകളുള്ളതിൽ വളരെ എടുത്തു പറയാവുന്ന നിരവധി സ്കൂളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പേരെഴുതി ചേർക്കാവുന്ന സ്കൂളാണ് എറിയാട് UP സ്കൂൾ. എറിയാട് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളാക്കി മാറ്റണം എന്നുള്ളത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിൽ അന്ന് കൂടിയ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാക്ഷാത്കരിച്ചത് ഈ ക്ലാസ് മുറികളെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഇരിക്കുവാനുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് സ്വന്തമായി ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരുടെ ക്ലാസ് മുറികളിൽ ഹൈടെക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ കുട്ടികളുമായി സംവദിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുമുള്ള ഏത് വ്യക്തികളുമായി സംവാദിക്കുവാനായിട്ട് ക്ലാസ് മുറികളിൽ അവസരമുണ്ടാക്കി കൊടുക്കുന്ന നൂതനമായ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ വിദ്യാലയം ഒരുക്കിയത്. ഈ വിദ്യാലയം ഒരുക്കുമ്പോൾ നിരവധിയായ അഭിപ്രായങ്ങൾ അതിനകത്ത് കടന്നുകൂടി വന്നിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന HM ശ്രീമതി PB സുധാകുമാരി ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ ഒരു നിര, PTA-യുടെ നിരന്തരമായ ഇടപെടൽ, ഈ നാട്ടിലെ പ്രമുഖരായ അധ്യാപകരും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്നുള്ള സജീവമായ ഇടപെടൽ, അതിനേക്കാളേറെ ഈ കാര്യത്ത് വിദഗ്ധ അഭിപ്രായം പറയുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ നൂതന സാങ്കേതിക വിദ്യകൾ തങ്ങളുടെ വിദ്യാലയത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പുത്തൻ പുതിയ സാങ്കേതിക വിദ്യകൾ കൊച്ചു കുരുന്നുകൾക്ക് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ കഴിയുന്ന കാര്യശേഷിയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിക്കൊണ്ടാണ് അന്ന് ഈ വിദ്യാലയത്തെ ഇതുപോലെയൊരു വിദ്യാലയമാക്കി ഈ കാണുന്ന സ്ഥിതിയിലേക്ക് മാറ്റിയത്. അവിടെ ആ സമയത്ത് ഇത് ഒരുക്കുന്നതിന് മുമ്പ് 81 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ 81 വിദ്യാർത്ഥികളിൽ നിന്നും ഇന്ന് 400-ലധികം വരുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇത് മാറുമ്പോൾ ഈ സ്കൂളിലുണ്ടായ മാറ്റം കേവലം ഒരു വർഷം കൊണ്ട് മാത്രമുണ്ടായ മാറ്റം അതിന്നും തുടർന്നു പോരുന്നു. ഇപ്പോൾ പരിമിതമായ സൗകര്യത്തിൽ കുട്ടികളെ ഇരുത്തുവാനായിട്ടുള്ള പഠിപ്പിക്കുവാനുള്ള സാഹചര്യമില്ല എന്ന് പ്രിയപ്പെട്ട HM ബിന്ദു ടീച്ചർ പറയുമ്പം ആ തരത്തിലേക്ക് ഈ വിദ്യാലയം മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പൊതുസമൂഹവും ഒന്നിച്ച് ചേർന്ന് നിന്നാൽ വളരെ ചെറിയ തുകയ്ക്ക് തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. ഒരുപക്ഷെ കേട്ടാൽ കേട്ടും കേവലം 34 ലക്ഷം രൂപ മാത്രം മുടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിദ്യാലയം ഇങ്ങനെ ആക്കി മാറ്റിയത്. അതിൽ തന്നെ 6 ലക്ഷം രൂപ
ഇലക്ട്രിസിറ്റി ബോർഡിന് ഇവിടെ നൂതന സാങ്കേതിക വിദ്യകൾ ഒരുക്കുമ്പോൾ ആ നൂതന സാങ്കേതിക വിദ്യകൾ തടസ്സം കൂടാതെ ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടി വൈദ്യുതി വകുപ്പിനെ സമീപിച്ചുകൊണ്ട് അവരടയ്ക്കാൻ പറഞ്ഞ തുക അടച്ചതുകൊണ്ട് ആണ് 6 ലക്ഷം രൂപയുടെ അങ്ങനെ അടച്ചതുകൊണ്ടാണ് ഈ 34 ലക്ഷം രൂപയാണ്. നമ്മൾ പല വിദ്യാലയങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട AEOയും ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവരോട് പറയുവാനുള്ളത്, ഒരു വിദ്യാലയത്തിനും അധികം തുകയൊന്നും മുടക്കണ്ട, മറിച്ച് നൂതനമായ സാങ്കേതിക വിദ്യകൾ വളരെ കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയാൽ വലിയ തുകയൊന്നും മുടക്കാതെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളും ഇങ്ങനെ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഇതിനോട് സമാനമായ മറ്റൊരു സാഹചര്യങ്ങൾ അത് അങ്ങനെയും ചെറുതാക്കുവാൻ വേണ്ടി പറയുന്നതാണ്. ഇതോടൊപ്പം തന്നെ അന്ന് പുതുപ്പള്ളി പഞ്ചായത്ത് ഏറ്റെടുത്ത വലിയ ഒരു ശ്രമമായിരുന്നു നമ്മുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂൾ. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂള് വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയം, ആ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായി അതാത് സ്ഥലത്തെ MLA-മാർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ നൂറ്റാണ്ട് പിന്നിട്ട സെന്റ് ജോർജ് സ്കൂള് അന്ന് ഇതുപോലെ ഹൈടെക് ആക്കുവാൻ വേണ്ടി അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിലൂടെ 5 കോടി രൂപ പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിന് ലഭിക്കുകയുണ്ടായി. പക്ഷേ ആ 5 കോടി രൂപയ്ക്ക് ബഹുമാനപ്പെട്ട എക്സിലാൻ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 5 കോടി രൂപയ്ക്ക് അത് അന്ന് പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ 5 കോടി രൂപയെ ഗവൺമെന്റ് അനുവദിക്കുകയുള്ളൂ. പുതുപ്പള്ളി പഞ്ചായത്തോട് അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളായിട്ട് പോലും പുതുപ്പള്ളി പഞ്ചായത്ത് അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അനുമതിയോടുകൂടി 1,76 ലക്ഷം രൂപയുടെ അതിന് മാറ്റിവെച്ചു. 2 കോടി രൂപയാണ് മാറ്റിവെച്ചത്. 1,76 ലക്ഷം രൂപയെ ചിലവഴിച്ചു. ഏതാണ്ട് 6,76 ലക്ഷം രൂപ മുടക്കി ആ വിദ്യാലയം ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ക്ലാസ് മുറികളെല്ലാം ഏതാണ്ട് ടിപ്പിക്കൽ മോഡലിൽ ആ സ്കൂളിന്റെ ആവശ്യങ്ങൾ അറിയാതെ കുറേയധികം ക്ലാസ് മുറികളിൽ മാത്രമായി അത് ചുരുങ്ങി. ശേഷം സംഭവിച്ചതെന്താണ്, ആ സ്കൂളിനൊരു മുഖ്യ കവാടമില്ലാതായി. ആ മുഖ്യ കവാടത്തിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ വിനോദിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽപ്പുണ്ട്. ആ സ്കൂളിലേക്ക് കയറുന്ന കവാടത്തിന്റെ സ്ലാബുകൾ പോലും അടർന്ന് ഒടിഞ്ഞു കിടക്കുന്ന സാഹചര്യം, സ്കൂളിലേക്ക് അപകടം കൂടാതെ കയറാൻ പറ്റാത്ത സാഹചര്യം. 6,76 ലക്ഷം രൂപ മുടക്കിയ സ്കൂളിന് ഇന്നും തുക മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇരിക്കുവാനായിട്ട് ബെഞ്ചില്ല, ലാബ് സൗകര്യങ്ങളില്ല. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇവിടെ കേവലം 34 ലക്ഷം രൂപ മുടക്കി എല്ലാ സൗകര്യങ്ങളോടുകൂടി കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ, കേരളത്തിലെ തന്നെ ആദ്യത്തെ AC ഹൈടെക് വിദ്യാലയമായി ഇത് മാറ്റുന്നതിന് പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നമ്മൾ പലപ്പോഴും അതിൻ്റെ പരിണിതമായ ഫലം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അന്ന് ആ വിദ്യാലയത്തിൽ 91 കുട്ടികളാണുള്ളത്. ഇന്നും ഏതാണ്ട് അതിനടുത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയെപ്പോഴും കൂടുതലായി ആ സ്കൂളിൽ കയറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 6,76 ലക്ഷം രൂപ മുടക്കിയ സ്കൂളും കേവലം 34 ലക്ഷം രൂപ മുടക്കിയ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രം വലുതാണ് എന്നുള്ളത് തിരിച്ചറിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരുടെയെങ്കിലും കാഴ്ചപ്പാടിനെ വിമർശിക്കുവാനോ അല്ല. നമ്മൾ പലപ്പോഴും സങ്കുചിതമായ താല്പര്യങ്ങൾക്ക്, ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. ഈ സ്കൂളിന്റെ വികസനത്തിന്, ഈ നാടിന്റെ വികസനത്തിന് ഈ സ്കൂൾ അത്രമാത്രം സംഭാവന ചെയ്തിട്ടുണ്ടോ? അതിനേക്കാളേറെ ഈ സ്കൂളിന് വേണ്ടി അടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രയത്നിച്ച അനേകം ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ ആദരിച്ചത്. പ്രിയപ്പെട്ട CBC അരിയാട് സാറ് ഈ നാടിന്റെ തന്നെ പേരിന് തന്റെ പേരിനോടൊപ്പം ചേർത്ത് വെച്ച് ജനങ്ങൾ ആദരിക്കുന്ന മഹത്തായ വ്യക്തിത്വം CBC അരിയാട് സാറ് തന്റെ സാഹിത്യ രചനകളിലൂടെ, തന്റെ സർഗാത്മകമായ സൃഷ്ടികളിലൂടെ ഈ നാടിന്റെ യശസ് ഉയർത്തിയ ഒരു വ്യക്തിയാണ്.
ഇന്നിവിടെ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ, വ്യക്തികളെ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറെ സന്തോഷവും അത് വരുന്ന തലമുറയ്ക്ക് പുതിയ ഒരു ഉന്മേഷവും അറിവും അവർ കൊടുക്കുന്ന തിരിച്ചറിവുമെല്ലാം വളരെ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ട ശ്രീ MI ആൻഡ്രൂ സാറ്, ഈ ആൻഡ്രൂ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അധ്യാപകന്റെ മകൻ എന്ന നിലയിൽ പുതുപ്പള്ളിയിലെ അറിയപ്പെടുന്ന അധ്യാപകൻ, പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിലെ ഹെഡ്മാസ്റ്ററിന്റെ MI സാറിന്റെ മകൻ എന്ന നിലയിൽ അധ്യാപന വൃത്തിയിലേക്ക് തന്റെ ജീവിതം വഴിതിരിച്ചുവിട്ട ഒരു അധ്യാപകൻ, ഒരു പ്രതിഭ, ഒരു കോളേജ് പ്രൊഫസർ, ഈ നാടിനാകെ അഭിമാനമായ ഒരു വ്യക്തിത്വം. അങ്ങനെ ഈ BC റിയാഡ് സാറും അതുപോലെ തന്നെ MI ആൻഡ്രൂ സാറും ഒക്കെ ഈ സമൂഹം ഇന്ന് ആദരിക്കുന്ന ഇവിടുത്തെ പ്രതിനിധികളായി ഇന്ന് ഈ സ്കൂളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കേറെ സന്തോഷം തോന്നുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ വിനോദ് തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഈ സമൂഹത്തിന്റെ ആകെ വിചാരങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രവർത്തനങ്ങൾ തന്നിലൂടെ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ വിനോദ്. ഇവരെയൊക്കെ ആദരിക്കുമ്പോൾ സമൂഹവും പിൻതലമുറയും എല്ലാം കണ്ടെത്തേണ്ടത് ഇവരെ പോലെ ഉന്നതമായ സാമൂഹിക ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന വ്യക്തികളായി ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഈ വിദ്യാലയം ഒരുക്കി കൊടുക്കും എന്നുള്ള പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. ഭരണകൂടാരം എന്ന് പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ സ്കൂളിന് പുതിയ ഒരു തലത്തിലേക്ക് കൂടി നമ്മൾ വളർന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ പൊതുസമൂഹത്തിന്, വരും തലമുറയ്ക്ക് ഒക്കെ വലിയ സഹായം നൽകുന്ന ഒരു കാര്യമായി ഇത് മാറുന്നു. ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഏകാഗ്രതയോടെ ഏറ്റുവാങ്ങുന്ന സ്ഥാനത്ത് എത്തിക്കുകയാണ്. അടുത്തായി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി അനുരാധ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ഭൗതിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകളുടെ അക്ഷരകളരിയായി പരിലസിച്ചു നിൽക്കുന്ന എലിഗാഡ് ഗവൺമെന്റ് യുപി സ്കൂളിന്റെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം അവതരിപ്പിക്കട്ടെ. പ്രവേശനോത്സവം 2024 മെയ് മാസം രക്ഷിതാക്കളും അധ്യാപകരും അഭ്യുദയകാംക്ഷികളും ഒത്തുകൂടി പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സാബു പുതുപ്പറമ്പിലാണ് ഉദ്ഘാടനം നടത്തിയത്. പഞ്ചായത്ത് പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. 1ാം ക്ലാസ്സിൽ 35 കുട്ടികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 21 കുട്ടികളും പ്രവേശനം നേടി. അധ്യാപക രക്ഷകർതൃ സമിതി PTA പ്രസിഡന്റ് ശ്രീ സിറിൽ വിയാറിന്റെ അധ്യക്ഷതയിൽ ജൂൺ മാസം 21-ാം തീയതി PTA പൊതുയോഗം നടത്തി. PTA എക്സിക്യൂട്ടീവ്, MPTA, ന്യൂൺമിൽ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ സിറിൽ വിയാർ, വൈസ് പ്രസിഡന്റായി ശ്രീ അജിത് തോമസ്, MPTA പ്രസിഡന്റായി ബ്രിട്ടീഷ് ആജി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ദിനാചരണങ്ങൾ: പരിസ്ഥിതി ദിനം, വായന ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം, ചാന്ദ്രദിനം, ബഷീർ ദിനം, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം, ഗാന്ധി ജയന്തി, തപാൽ ദിനം, രാഷ്ട്രീയ ഏകതാ ദിവസ്, കേരളപ്പിറവി, ശിശുദിനം, എയ്ഡ്സ് ദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ പ്രധാന ദിനങ്ങൾ ആചരിച്ചു. പ്രത്യേക അസംബ്ലി, ബാഡ്ജ്, പോസ്റ്റർ നിർമ്മാണം, ക്വിസ്, പ്രസംഗ മത്സരം തുടങ്ങിയവ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി. പരിസ്ഥിതി ദിനത്തിൽ കുട്ടികൾ വിത്തുകൾ, പച്ചക്കറി, ഫലവൃക്ഷത്തൈകൾ എന്നിവ കൊണ്ടുവന്ന് പരസ്പരം കൈമാറി. യോഗാ ദിനത്തിൽ മുൻ അധ്യാപകനും യോഗാചാര്യനുമായ രവിചന്ദ്രൻ സാറിന്റെ വീഡിയോ ക്ലാസ് യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് സഹായിച്ചു. വിവിധ യോഗാ മുറകൾ കുട്ടികളെ അഭ്യസിപ്പിച്ചു. ബഷീർ ദിനത്തിൽ കുട്ടികൾ പാത്തുമയായും ബഷീറായും മറ്റ് ബഷീർ കഥാപാത്രങ്ങളായും തിളങ്ങി. പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും മധുരം നുകർന്നും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ബാഡ്ജുകൾ അണിഞ്ഞും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അധ്യാപക ദിനത്തിൽ മുൻ അധ്യാപികയായ കമലമ്മ ടീച്ചറിനെ ആദരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ നടന്ന
ഏറെ സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വേദി ഒരു മുൻ തലമുറയ്ക്ക് ദിശാബോധം പകർന്നു നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ വീണ്ടും ഒരിക്കൽ കൂടി ഈ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരെ ആദരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയനായ മെമ്പർ ശ്രീ സാബു പുതുപ്പറമ്പിൽ അവരെ ഏറെ ആദരവോടെ സ്വാഗതം. ഗവൺമെന്റ് യു പി സ്കൂള് അതിന്റെ 100 വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിച്ച് 101ാമത് വർഷത്തിലേക്ക് അടുത്ത അധ്യയന വർഷം കടക്കുകയാണ്. അടുത്തുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ മാറിയുള്ള പുതുപ്പള്ളി ഗവൺമെന്റ് സെന്റ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിനിധി എന്ന നിലയിൽ ആ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും സഹകരിക്കും. നിങ്ങളൊക്കെ ആ സ്കൂളൊന്ന് പോയി കാണണം. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഹൈടെക് ആക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 3 നിലകളിലായി 28 ക്ലാസ് റൂമുകൾ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 78. ജോലി ചെയ്യുന്ന അധ്യാപകർ അനധ്യാപകര് 29 പേര്. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം പരമാവധി 12 പേർ. 13 ക്ലാസ് റൂമുകൾ വാവലുകൾ കയറി ഇറങ്ങി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ഇത്രയും ആധുനിക സംവിധാനങ്ങളൊക്കെ ആ സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇന്ന് 50 വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ വെച്ച് 8 അധ്യാപകരെ 400-ൽ പരം വിദ്യാർത്ഥികളെ ഈ കൊച്ചു സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന ബുദ്ധിമുട്ടുകളെ ഇന്നിവിടെ ഈ സമ്മേളനം നടത്തുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇടംബലം തിരിയാൻ കഴിയാത്ത സാഹചര്യം. ഇത് തമ്മിൽ പരിശോധിക്കുമ്പോൾ ഞാനും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും ഒക്കെ ഇതിന്റെ പിന്നിൽ കുറ്റക്കാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. ഇന്ന് സെന്റ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഹൈടെക് സംവിധാനം ഇവിടെ ബഹുമാന്യനായ മന്ത്രി വാസവൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് റോബോട്ട് എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. അവിടെ റോബോട്ട് എഞ്ചിനീയറിംഗ് സംവിധാനത്തെ കുറിച്ച് കുട്ടികൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക നൈപുണ്യ തൊഴിലവസരങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള അവസരം. ഇവിടെ നമ്മുടെ സംഘാടകരായ വളണ്ടിയേഴ്സ് വെള്ളഷർട്ടിൽ നമ്മുടെ കലാരൂപങ്ങളൊക്കെ കുത്തി ഇതിലെ നടക്കുന്നുണ്ട്, പ്രിന്റ് ചെയ്യിപ്പിച്ചു. ആ കഥകളി രൂപമൊക്കെ മിനിറ്റ് വെച്ച് പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമൊക്കെ ഇന്ന് ലൂലു മാൾ ഗ്രൂപ്പുകാര് സെന്റ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി ഓരോ വർഷവും അതിനുവേണ്ട പഠനം നടത്തി അവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു സ്കൂൾ അവിടെയുള്ളപ്പോൾ നമ്മുടെ എറിയാട് ഗവൺമെന്റ് യു പി സ്കൂള് ബാലാരിഷ്ടികൾ പിന്നിടുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിലും അറിയുന്നതിലും വളരെ ദുഃഖമുണ്ട്. ബഹുമാനായ മന്ത്രി ഇവിടെ നമ്മുടെ സ്കൂൾ അധികൃതർ നൽകിയ നിവേദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സഹായം ചെയ്യാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്രമോദിനോടൊക്കെ ചോദിച്ചു. പ്രമോദ് പഠിച്ചൊരു സ്കൂളാണ്. നിബു 1,78,00,000 രൂപ സെന്റ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുത്തു എന്നും ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഇതുപോലെയുള്ള LP UP സ്കൂളുകളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയണമെങ്കിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വേണം. ഇതൊക്കെ നമ്മുടെ ഭരണ സംവിധാനത്തിലെ ഒരു പോരായ്മയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും നഷ്ടപ്പെട്ടു പോകുന്ന പണങ്ങളുടെ കണക്ക് വളരെ വലുതാണ്. അത്തരം സന്ദർഭങ്ങളിൽ പോലും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന സ്കൂളുകളെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് തരുവാനുള്ള സാങ്കേതിക നൂതന ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നത് വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ഈ ഭരണസമിതി ഇനി തീരാൻ അധിക കാലം ഇല്ല. എങ്കിൽ കൂടി അവസാന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സഹായത്തോടൊപ്പം
ത്രിതല പഞ്ചായത്തുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ വലിയ കോടികളുടെ ബിൽഡിങ്ങിന്റെ പണി ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ സ്കെൽട്ടൻ നിർമ്മിച്ചുകൊണ്ട് ആദ്യ ഒരു ബ്ലോക്ക് നിർമ്മിച്ച് 3-4 നിലകളിലുള്ള ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫൗണ്ടേഷൻ സ്ഥാപിച്ചുകൊണ്ട് ഒരു നില പണി പൂർത്തീകരിച്ചാൽ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിനും വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ബാക്കി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പടിപടിയായി ഇതിന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ ഉത്തരവാദിത്തത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു, അത് ഈ ഡിവിഷനിലല്ലെങ്കിലും ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും ഏറിയാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ പ്രവർത്തനത്തിന് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതിന് സാബു പുതുപ്പറമ്പിൽ എന്ന വ്യക്തി ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ ശതാബ്ദി ആഘോഷവേളയിൽ തിങ്ങി നിറഞ്ഞ ഈ അസൗകര്യങ്ങളുടെ ഇടയിൽ ഇവിടെ എത്തിച്ചേർന്ന രക്ഷകർത്താക്കളെയും കൊച്ചുകുട്ടികളെയും ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന PTA ഭാരവാഹികളെയും ഇവിടുത്തെ പ്രിയങ്കരായ അധ്യാപകരെയും ഈ ദേശവാസികളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് രാധ ടീച്ചർ. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനിയായ രാധ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഏലിയാമ്മ ടീച്ചർ. എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ പുരോഗമിക്കട്ടെ. കുറെ നാൾ കൂടി എല്ലാവരെയും കാണാനും ഇത്രയും ദൈവം നടത്തി ഇവിടെ എത്തിക്കാനും സാധിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിപ്പോൾ വയസ്സ് 76. നിർത്തട്ടെ. നമസ്കാരം.
അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, എരികാട് പ്രദേശത്ത് 100 വർഷമായി വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളിലൂടെ അനേകമായിരം പ്രതിഭകളെ നമ്മുടെ സംസ്ഥാനത്തിന്, രാജ്യത്തിന്, ലോകത്തിന് സംഭാവന ചെയ്ത നമ്മുടെ മാതൃവിദ്യാലയം ഇത് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ വിദ്യാലയം സ്ഥാപിതമായത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതിന് കാരണം ആദ്യ കാലങ്ങളിൽ തന്നെ വിദ്യാഭ്യാസം ആരംഭിച്ച ഒരു സ്റ്റേറ്റാണ്. അതിന്റെ ഭാഗമായി CSI മിഷണറിമാർ സ്ഥാപിച്ച ഈ സ്കൂള് പിന്നീട് എറികാട് ഗവൺമെന്റ് UP സ്കൂൾ എന്ന് മാറുകയായിരുന്നു. ഈ സ്കൂളിന് ആദ്യകാലങ്ങളിൽ നിരവധി സംഭാവന ചെയ്ത നിരവധി വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരൊപ്പം എല്ലാവരും നമ്മോടൊപ്പമില്ല. അവരെയൊക്കെ അവർ ചെയ്ത സേവനങ്ങളെ ആദരവോടെ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത ഈ സ്കൂളിൽ ഇത് നമുക്കറിയാം, നമ്മോടൊപ്പം പങ്കെടുക്കുന്ന അധ്യാപക ശ്രേഷ്ഠമായ വിവിധ വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും ജീവിതത്തിലെ ഈ നാടിനെ പറ്റിയും സ്കൂളിനെ പറ്റിയും ഒക്കെ വളരെയധികം ഓർമ്മകൾ ഈ സമയത്തുണ്ടാകുകയാണ്. നമ്മുടെ MI ആൻഡ്രൂ സാർ ഇവിടെ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ഗവൺമെന്റ് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. സാറ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് വിവിധ വിദ്യാഭ്യാസ വിദഗ്ധരായി കേരളത്തിന് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. തന്റെ തോതിയെ കൊണ്ട് നമ്മുടെ നാടിനെ മുഴുവൻ, കേരള മലയാളികളെ മുഴുവൻ അറിയിച്ച ബഹുമാന്യനായ PC എറിയാട് സാർ ഇവിടെ ഈ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ഓർമ്മ, ഞാനിവിടെ പഠിക്കുന്ന കാലവും അതിനുശേഷം പൊതുപ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ ലഭിച്ചത്, അതിലേക്ക് പ്രോത്സാഹനം ലഭിച്ചത് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സുഹൃത്തുക്കളിൽ നിന്നുമാണ്. മുതിർന്ന അധ്യാപകരിൽ നിന്നും ഈ സ്കൂളിലെ അനുഭവങ്ങളിൽ നിന്നുമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലത്തോളം സേവന വാരം എന്നൊരാഴ്ച ഉണ്ടായിരുന്നു. ഉച്ചവരെ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലെ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളും അതോടൊപ്പം തന്നെ കലാപരമായ കാര്യങ്ങളും ഒക്കെ ഉച്ച കഴിഞ്ഞുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ നല്ല അനുഭവങ്ങളിൽ കൂടിയാണ് ഈ നാട്ടിലെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങള് മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്ക് വെളിയിച്ചേർക്കാനുള്ളത്. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് വെട്ടത്തുകവലയിൽ ഒരു നാഷണൽ ലൈബ്രറി സ്ഥാപിതമായ അന്നു മുതൽ എരികാട് UP സ്കൂളും നാഷണൽ ലൈബ്രറിയും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവും നമ്മുടെ സാമൂഹികമായ നമ്മുടെ നിലപാടുകളും ഒക്കെ വളരെ പിന്നിലായിരുന്നു. അതിലൊക്കെ അന്ന് പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ പോലെ സുലഭമല്ല. അതൊക്കെ ലൈബ്രറികളിലെ അപൂർവം പുസ്തകങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അന്ന് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ഇന്ന് വിവിധ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളും വളരെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അത് ലൈബ്രറി സ്കൂളുമായി വളരെ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി അവർക്ക് വളരെയധികം അടുപ്പവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പകർന്നു നൽകിയ സ്കൂള്, അതിനെല്ലാം നേതൃത്വം കൊടുത്ത നല്ല അധ്യാപകരെ, അതോടൊപ്പം തന്നെ സ്കൂളിന് സ്ഥലം സംഭാവന ചെയ്ത കുടുംബങ്ങള്, ഇവരെല്ലാം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇവിടുത്തെ PTA പറ്റി എനിക്ക് പറയുമ്പോൾ ഇവിടെ അതിന്റെ മുതിർന്ന എന്റെ സുഹൃത്തുക്കള് ഇവിടെ ഇരിപ്പുണ്ട്. PD ബാലകൃഷ്ണനുണ്ട്, ശിവജി കല്ലറക്കലുണ്ട്, ഓമനക്കോട്ടനുണ്ട്. അതിന് നോക്കൂ, അത് കഴിഞ്ഞ ശേഷവും നിരവധി PTA-മാർ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇവിടുത്തെ പൂർവ്വ അധ്യാപകരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള ശമ്പളങ്ങളോ ഫണ്ടുകളോ ഒന്നും ലഭിക്കാത്ത കാലങ്ങളിൽ കിണർ കുത്തുകയും മോട്ടോർ വെക്കുകയും പമ്പ് വെക്കുകയും ഇതൊക്കെ വളരെ അവരുടെ ആത്മാർത്ഥതയോടെ നാട്ടിലെ ജനങ്ങളുടെ സമൂഹത്തോടെ അവർ ചെയ്തു തീർത്തു. അവരുടെ സംഭാവനകളെയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഭൗതിക സാഹചര്യങ്ങളെ ഹൈടെക് സ്കൂളായി സ്കൂള് ഇന്ന് കേരളത്തിൽ തന്നെയാണ് വളരെ അഭിമാനകരമായി മുന്നോട്ട് പോകുന്നത്. അഭിമാനകരം എന്ന് പറയുന്നത് ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഒരുപോലെ ഈ സ്കൂളിലെ നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ മുഖ്യ കാരണം നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ 3-4 വർഷമായി ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ PTA-യും ഒരുമിച്ച് നിന്നുള്ള കൂട്ടായ ഒരു യജ്ഞത്തിലൂടെയാണ്. അതെനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ശതാബ്ദി സമ്മേളനങ്ങളാണെങ്കിലും വളരെ പരിമിതിക്കകത്തുള്ളിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ ഈ പുതുപ്പള്ളി പ്രദേശങ്ങളിലെല്ലാം ഇത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, കുട്ടികളെ ബാധിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വരെ നടത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. ഇങ്ങനെയുള്ള നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാല പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാം
അവരെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മകളൊക്കെ നടത്തിക്കൊണ്ട് ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ 100ാമത് വാർഷികം ആഘോഷിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ മുഴുവൻ അധ്യാപകരെയും അനധ്യാപകരെയും PTA രക്ഷകർത്താക്കളെ വിദ്യാർത്ഥികളെ എല്ലാം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലേക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായും വലിയൊരു അനുഭവമായും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹൈടെക് സ്കൂളുകളായിട്ട് ആദ്യമായിട്ട് റിഗാർഡ് UP സ്കൂളിലാണ് ഫണ്ട് ലഭിച്ചത്. അത് ആരംഭിച്ചതെങ്കിലും ഇന്നിവിടെ നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ള പരിയാരം UP സ്കൂളുണ്ട്. അതോടൊപ്പം ഇരുപതിലും UP സ്കൂളിലൊക്കെ ഇന്ന് ഹൈടെക്കും AC-യും എല്ലാവിധ ആധുനിക നൂതന സാങ്കേതിക വിദ്യകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെ ഇത്രയും കുട്ടികളില്ല. അപ്പൊ ആ കുട്ടികൾ കൂടി വരാൻ മാതാപിതാക്കൾക്ക് ഒരു വിശ്വാസം വേണം. എന്റെ പിള്ളേരെ ഈ സ്കൂളിൽ വിട്ടാൽ അവരുടെ ഭാവി സുരക്ഷിതമാണെന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ അത് കൂട്ടായി ഇവിടെ നിൽക്കുന്ന അധ്യാപകരുടെയും പ്രവർത്തന ഫലമായാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കഴിഞ്ഞ നേതാക്കളെല്ലാം ഇവിടെ പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചു 7 കോടി രൂപ മുടക്കിയ സ്കൂളിന്റെ അവസ്ഥയൊക്കെ. ടിങ്കറിംഗ് ലാഭം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയുടെ ലാഭമൊക്കെ അവിടെ ആരംഭിച്ചെങ്കിലും ഇന്ന് അവിടെ കടന്നു ചെല്ലുമ്പോൾ നമുക്കെല്ലാം ദുഃഖിതരാണ്. ഇവിടെ നിരവധി കുട്ടികളുടെ പരിമിതിയുള്ളൂ. അതോടൊപ്പം തന്നെ ക്ലാസ് റൂമുകളൊക്കെ വളരെ ചുക്കിരി പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഇത്രയും വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കുന്ന ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരണം, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹം ജനപ്രതിനിധിയായി ഞങ്ങൾക്കുണ്ടായിരുന്നു. 2022 മുതൽ അതിനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചതാണ്. ഏകദേശം 5 പ്രാവശ്യത്തോളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രമേയവും ഈ സ്കൂളിലെ രക്ഷകർത്താക്കളുടെ നിവേദനവും ഒക്കെയായി ബഹുമാന്യായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങളുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ നേതൃത്വത്തിൽ 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് ഓഫീസിൽ കോട്ടയത്തുമായി ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന് ഈ കെട്ടിട പുതിയൊരു ബിൽഡിംഗ് പണിയുന്നതിന് നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിലവിലുള്ള ഈ പുറകിലത്തെ കെട്ടിടം പൊളിച്ചു മാറ്റപ്പെട്ടുകൊണ്ട് പുതിയൊരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ PWD-നെ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങള് ബഹുമാനപ്പെട്ട HM-ന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കൂടെ ശ്രമപരമായി അത് നമ്മുടെ PWD ഡിവിഷൻ എഞ്ചിനീയർ വന്ന് സ്ഥലം സന്ദർശിക്കും. അവര് 3 കോടിയുടെ ഒരു 3 നിലയുള്ള ഒരു ബിൽഡിംഗിന്റെ എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ച് അത് DPR കൂടെ തയ്യാറാക്കി പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് ബഹുമാനായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ ആ ഫയൽ ഇപ്പോഴും ഉണ്ട്. ഈ 2024 ഡിസംബർ 4-ാം തീയതി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പഞ്ചായത്ത് നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കുകയും മന്ത്രിയെ നേരിട്ട് വീണ്ടും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഈ ബഡ്ജറ്റിന് ശേഷം പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിനായി ചില സ്കൂളുകൾക്കായി ഫണ്ടുകൾ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആദ്യത്തെ പരിഗണന നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി നബിയ വാസവനോട് ബഹുമാനപ്പെട്ട HM-നോട് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ആദ്യമായി 1 കോടി രൂപയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ആദ്യം ഒരു നിലയുടെ പൂർത്തീകരണം എങ്കിലും ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, അത് സാധ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ഈ ഭംഗിയായി 100ന്റെ നിറവിൽ നിൽക്കുന്ന സ്കൂളിലെ നിരവധി പ്രതിഭകളെ ലോകത്ത് സംഭാവന ചെയ്ത ഈ സ്കൂളിന്റെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത മുഴുവൻ പൂർവ്വ അധ്യാപകരെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കുട്ടികളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും PTA എല്ലാവരെയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ PTA പ്രസിഡന്റുമാരടക്കം ചെയ്ത സേവനങ്ങളെ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ 15 മിനിറ്റ് നമ്മൾ ഡേറ്റ് നെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം. പ്രാകാൻ വേണ്ടി പൊക്കുന്ന പോലെ പൊക്കല്ലേ മേലേക്ക് പോയി. ശരിയുടെ രാജകുമാരൻ ഏറെ സ്നേഹത്തോടെ എരുകാടിന്റെ അക്ഷരമുത്തശ്ശിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നസീർ സംക്രാന്തി, പ്ലീസ് വെൽക്കം.
ഈ മലയാളി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയ പ്രസിഡന്റ് കരിമച്ചന് ഈ ശതാബ്ദി ഉത്സവവും അംഗക്കൂടാരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടുപോയ ബഹുമാനായ മന്ത്രി വാസൻ സാർ അവർ ആശംസാ പ്രസംഗങ്ങൾ അറിയിച്ചു. നന്ദി, നമസ്കാരം. വേണ്ടി ഇവിടുത്തെ ബാലസഭ പിള്ളേരോട് വന്ന് അഭ്യർത്ഥിച്ചു. അത് ഇവിടുത്തെ സോഷ്യൽ സർവീസ് സ്കീമും ബാലസഭ പിള്ളേരോട് കൂടി നല്ലൊരു തുക കൊണ്ടുവന്ന് പുതുപ്പള്ളി ഹൈസ്കൂളിൽ വെച്ച് ഞങ്ങളെ എല്ലാവരും ഏൽപ്പിച്ചതാണ്. അതിന് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സ്കൂളിനെ ഇത്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഭൗതിക സാഹചര്യങ്ങളുടെ പോരായ്മകൾ അനുഭവിക്കുന്ന ഈ സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും PTOയോടൊപ്പം നിന്ന് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനാവശ്യമായ സൗകര്യങ്ങളുണ്ടാക്കാൻ മന്ത്രി തലത്തിലും ഒക്കെ ഇടപെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഏതായാലും ഈ സ്കൂളിൻ്റെ 101ാമത് വാർഷികം ആചരിക്കുന്ന സമയത്ത് ഒരു കെട്ടിടത്തിൻ്റെ എങ്കിലും നിർമ്മാണ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നടത്തുന്ന വേളയിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വർഷത്തിനകം നമുക്ക് സ്കൂളിന് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുമ്പ് ഒന്ന് രണ്ട് അധ്യാപകരും സ്ഥലത്തില്ലായിരുന്നു. ഒപ്പം അവരെ കൂടെ ഒന്നാതിരിക്കുന്നതിന് ബഹുമാനപ്പെട്ട സുധൻ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രാജശേഖരൻ പരിസരം പ്രിയ ടീച്ചർ അടുത്തതായി അധ്യാപകനായിരുന്ന ശ്രീ ഓമനക്കുട്ടി ശ്രീ ഓമനക്കുട്ടി അടുത്തതായി ലക്ഷ്യം ദർശിച്ച മാർഗം ധരിച്ച് പുരോഗതിയാക്കാതെ ഈ വിദ്യാലയത്തെ കൈപിടിച്ച് നടത്തുന്ന പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ. അതിരാവിലെ മുതൽ തന്നെ ഇവിടെ സ്കൂളിൽ എത്തിച്ചേർന്ന് സാംസ്കാരിക യാത്രയിലൊക്കെ നടന്ന് പുതുപ്പള്ളി കവലയിൽ ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ഞാൻ അധികമൊന്നും കൂടുതൽ പറയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, മടുത്തിരിക്കുന്ന അവസരത്തിൽ ഒരു കണക്കധ്യാപകൻ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ ചെന്നാൽ സൗമ്യ രണ്ടാം ക്ലാസ്സിൽ പഠനത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിക്കുള്ളത്. ഫസ്റ്റ് അഞ്ജന അനീഷ്, രണ്ടാം ക്ലാസ്സിൽ അഞ്ജന അനീഷ്. സെക്കൻഡ് ആർദ്ര അനു. അടുത്തതായി എന്റെ ക്ലാസ്സിലുള്ള രണ്ടോണ് 5ാം ക്ലാസ്സിൽ മലയാളത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിക്കുള്ളത്. അലീന അന്നാക്കേസ. അടുത്തതായി
അടുത്തത് വെട്ടത്തെ ടീച്ചർ എൻഡോമെന്റ് വെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് സ്റ്റാൻഡേർഡ് 7 വിഷ്ണുപ്രിയ മധു. അടുത്തതായി വെട്ടത്തെ ശോശാമ മെമ്മോറിയൽ എൻഡോമെന്റ് 7ാം ക്ലാസ്സിൽ സയൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുള്ളത് വിഷ്ണുപ്രിയ മധു. അടുത്തതായി തറയിൽ വർഗീസ് മെമ്മോറിയൽ എൻഡോമെന്റ് LP UP വിഭാഗത്തിലെ ഏറ്റവും മികച്ച കായിക പ്രകടനത്തിലുള്ളത് LP ദശരഥ് ശ്രീജിത്ത്. UP വിഭാഗം സ്റ്റീവോ വർഗീസ്. UP വിഭാഗം സ്റ്റീവോ വർഗീസ്. ചെറിയാടി ഇംഗ്ലീഷ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം കേരളത്തിലെ തന്നെ ആദ്യത്തെ AC ഹൈടെക് വിദ്യാലയം. വിദ്യാഭ്യാസ രംഗത്ത് പുതുപ്പള്ളിയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ചെറിയാടി ഇംഗ്ലീഷ് സ്കൂൾ. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം തോന്നുന്നു. അപ്പം എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യ എന്ന് പറയുമ്പോൾ വെറും വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, നല്ല പെരുമാറ്റവും നല്ല ജീവിത രീതിയും മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിലേക്ക് നയിക്കുവാൻ കഴിയണം. അതിന് ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോട്ടയം ജില്ലയിലെ 68ാമത്തെ വർണ്ണക്കൂടാരമാണ്. ആ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷെ താഴത്തെ ചിലയിടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. 13 ഇടങ്ങൾ വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ 13 ഇടങ്ങളാണ് വർണ്ണക്കൂടാരം ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഇടങ്ങളെല്ലാം തന്നെ ഇവിടെ ക്ലാസ് റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ക്ലാസ് റൂം ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേർക്കും കാണുന്നതിന് വേണ്ടിയിട്ട് അവസരമുണ്ടാക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട HM പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഇടങ്ങൾ 13 ഇടങ്ങൾ കുട്ടികളുടെ ബൗദ്ധ്യവും അവരുടെ എല്ലാ കഴിവുകളും വികസിപ്പിക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 10 ലക്ഷം രൂപ ഒരു വർണ്ണക്കൂടാരത്തിന് ചെലവാക്കിയ കോട്ടയം ജില്ലയിൽ 68 വർണ്ണക്കൂടാരങ്ങൾ സാധ്യമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറിയിൽ നിന്ന് കുട്ടികളെ നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന വ്യവസ്ഥ അത് കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടുണ്ട്. ഈ സ്കൂള് 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായും ആ സമയത്ത് തന്നെ ഈ ഭരണകൂടാരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി SSK കരുതുന്നു. ഈ നമ്മുടെ എറുകാട് സ്കൂളിന് സമഗ്ര ശിക്ഷ കേരളയുടെ 100ാം വാർഷികത്തിന്റെ ഈ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നേരത്തെ ജനപ്രതിനിധി പറഞ്ഞിരുന്ന കേസിൽ ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകളുള്ളപ്പോൾ അവിടെ കുട്ടികൾ കുറവാണ്. ഒരുപാട് കുട്ടികളുള്ള സ്കൂളിൽ പലപ്പോഴും ബിൽഡിങ്ങുകളില്ല. ഈ ഒരു അവസ്ഥ വളരെ ദുരവസ്ഥ തന്നെയാണ്. ഇന്നലെ വേറൊരു സ്കൂളിൽ പോയിരുന്നു, അവിടെ ഇതേ അവസ്ഥ പറഞ്ഞപ്പോൾ കോട്ടയം ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലും ഇതേ അവസ്ഥയാണ്. ധാരാളം കുട്ടികൾ പ്രീ പ്രൈമറിയിൽ തന്നെ ഏകദേശം 84 കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ അവർക്ക് ഇരിക്കാൻ ഒരു ക്ലാസ് റൂം പോലും ഇല്ലാത്ത അവസ്ഥ. ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ മക്കൾക്ക് എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ. എറുകാട് സ്കൂളിൽ ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളവരാണ് നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായി. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു അവസരം പറയേണ്ട അവസരം തീർച്ചയായും അത് സ്കൂൾ തലത്തിൽ തന്നെ ഒരുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു അവസരം വിദ്യാഭ്യാസത്തിൽ ഒരുക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ സംക്രാന്തി ദാസ്, അങ്ങനെ പറഞ്ഞാൽ കമലാസനം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കഴിവുണ്ട്. ഇവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാപരിപാടികളുടെ കർമ്മങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദികരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട എൻ്റെ രക്ഷമക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യം തന്നെ 2 കാര്യത്തിന് സംസാരിക്കുകയാണ്. ഒന്ന്, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. രണ്ടാമത് ശബ്ദം അത്ര ക്ലിയറില്ല. ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുന്നതൊക്കെ ഒരു പണിയാണ്. എന്തായാലും ഇത്രയും മനോഹരമായൊരു ചടങ്ങിന്
എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ചിരിപ്പിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചാൽ ഇരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കഴിഞ്ഞിട്ട് മോശമായി പോയി, തൊണ്ടയിൽ മോശമായി പോയി. തട്ടിമുട്ടി എന്ന് പറയുന്ന സീരിയൽ നിങ്ങളെല്ലാവരും കാണാറുണ്ട്. അതിപ്പം ചേച്ചി മരിച്ചതോടുകൂടി ആ സാധനത്തിൽ കുറേ നാളത്തെ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസത്തെ അഭിനയത്തിന് വേണ്ടി ഞാൻ ആരംഭിച്ചതാണ്. അപ്പോൾ KK ചേച്ചിക്ക് അഭിനയം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ അതിൽ സ്ഥിരമായതും അതിലൂടെ 2 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചത്. അത് വലിയ ഭാഗ്യം തന്നെയാണ്. എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല, വിവരമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് ഇവിടെ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ചെയ്ത മഹാരാജാവൊന്നുമല്ല. എന്തൊക്കെയോ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ചിരിക്കുന്നു, എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു, എത്ര മാത്രമേ ഉള്ളൂ. ഞാനൊന്നും സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്ന ഒരാളല്ല. കണ്ടന്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളത് അന്നേരം ദൈവം സരസ്വതി നമ്മുടെ വായിൽ തരുന്നത് പറയുന്നത് അതിനെ സ്വീകരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരു പരാതിയുള്ളത് ബമ്പർച്ചിലി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിലായാലും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന പരിപാടിയിലായാലും മത്സരിക്കാൻ വരുന്നവർ കാണിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നില്ല. എനിക്കിപ്പോൾ വയറിന് സുഖമില്ലാത്തത് കൊണ്ടാണോ എനിക്കുള്ള കമൻറ്റുകളായാലും ഇത് എഴുതി കാണിക്കാറില്ല. ഞാനൊന്നും വായിക്കാറുമില്ല, ശ്രമിക്കാറുമില്ല. നല്ലത് കണ്ടാൽ ആരും ചിരിക്കും, സങ്കടം കണ്ടാൽ കരയും. അതാണ് നല്ല മനുഷ്യൻ്റെ ഒരു ഇത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കലാപരിപാടിയിൽ കൊണ്ടാക്കാനോ ആരുമില്ലായിരുന്നു. ഇതെങ്ങനെയോ വന്നു ചേർന്നു. അത് ദൈവം വന്ന് കണ്ടു കാണും. ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇതാണ് എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെ ഒരു കലയിൽ എനിക്ക് വന്നു ചേർന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ ലോകത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം പോയി. അതും 10 പൈസ മുടക്കില്ലാതെ. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി പോകാനുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക മാത്രമാണ്. അതും താമസിക്കാതെ പോകാൻ സാധ്യതകൾ വരുന്നു. ഇനി പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ളൊരു സ്കൂളിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയായിരുന്നു. ഇത് ഒരു ചെറിയൊരു സ്കൂളാണ്, UP സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ എന്നെ വന്ന് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, സാർ ഞങ്ങളുടെ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു 10-30 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇവിടെ ഉണ്ടാവണം അവിടെയുണ്ട്. എന്തായാലും ഒരുപാട് സംസാരിക്കുന്നത് ശക്തിയില്ലാത്തതുകൊണ്ടാകും കേട്ടോ. അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോൾ ഒരു നല്ല ഐറ്റം പരിപാടി ഇവിടെ ചെയ്തിട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. സ്കൂൾ കുറച്ചുകൂടെയൊക്കെ വികസനമാകട്ടെ, കുറച്ചുകൂടെയൊക്കെ കുട്ടികൾ വരട്ടെ. ഇപ്പം ബേസിക് ഐറ്റം കയറ്റണമെന്ന് പറഞ്ഞ് അതിൽ ഗംഭീരമായിട്ട് 2-3 ആയിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നന്ദി. ആ കലാപരിപാടിയുടെ ഉദ്ഘാടനം ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ അപ്പൊ അവർക്ക് ഒരൈറ്റം ഇപ്പം ബാത്റൂമിൽ ഒരൈറ്റം കൂടെ പറയാം. ഇതേപോലെ മൊബൈൽ ഒരു പരിപാടി ഞാൻ പോയായിരുന്നു. അപ്പം അന്ന് സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. എൻ്റെ കൂടെ ജോലി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അതിന് എനിക്ക് ഇഷ്ടമാണ്. അപ്പം പുള്ളി ക്രിസ്ത്യനാണ്. അപ്പം പുള്ളി പള്ളിയിൽ പോകുമ്പോൾ ഞാൻ റൂമിലേക്ക് തിരികെ എന്നോട് പറഞ്ഞു, നീ കൂടെ വാങ്ങി ഒരുമിച്ച് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ റൂമിൽ ഇരുന്ന് വാങ്ങി. ചുമ്മാ നല്ല കുഴപ്പമില്ല, കൂടെ വരാൻ പറഞ്ഞു. ഞാൻ കൂടെ ചെന്ന് ഏറ്റവും പള്ളി തന്നെ പ്രൊവൈഡ് ചെയ്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കാം. സുറിയാനി ഭാഷയിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. തൊട്ടടുത്തൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുന്നു. അച്ഛനെന്തോ സുറിയാനി ഭാഷയിൽ പറഞ്ഞു. ഈ ഇന്നയാളെ ചെന്ന് ഈ അച്ഛൻ്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ ഈ ജോബ് എന്നോട് പറഞ്ഞു, അവിടെ എന്ത് കണ്ടെങ്കിലും അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനും ചെന്ന് ഒരു ഉമ്മ ഈ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ പുറകിലെത്തവരെല്ലാം നോക്കി. അച്ഛൻ ഈ സുറിയാനിയിൽ പറഞ്ഞാൽ കൊച്ചിൻ്റെ മാമീസം ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ അച്ഛൻ വന്നൊരു ഈ അച്ഛനൊരു ഉമ്മ കൊടുക്കാനുണ്ട്. ഞാനും കൂടെ ചെന്നൊരു ഉമ്മ കൊടുത്തു. അപ്പോൾ അത് മൊത്തം പ്രശ്നമാണ്. അവിടെ ഇരുന്ന് മൊത്തം ആൾക്കാരെ നോക്കി. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഞാൻ കാണാറില്ല. മാക്സിമം 2 വാക്ക് പറയുക, അതിന് പോവുക. പിന്നെ TV കാണുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റാം. ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് നേരെ പോയി ഞാൻ ചിരിക്കാൻ ഇഷ്ടംപോലെ കാശ് തരാം. വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ധൈര്യമായിട്ട് പോയി. അവിടെ ഇതൊന്നുമില്ല, എനിക്ക് ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ. വീഡിയോ ഡയറ്റോ വേണ്ട ഒന്നും വേണ്ട. നേരെ ഡയറക്റ്റ് അങ്ങോട്ട് വരിക, ചെയ്യുക, കാശ് നോക്കുക, പോവുക. ഇഷ്ടപ്പെടുകയും ചിരിച്ചോളാം. അല്ലേ? ഓക്കെ, താങ്ക് യു. കടന്നു ഉത്സവത്തിലെ മഹോത്സവമാക്കുവാൻ ഈ വേദിയിലേക്ക് എത്തിയതിന് ഒപ്പം ഞങ്ങളുടെ വിടുതലായ കുഞ്ഞുങ്ങൾക്ക് എന്തോന്നൊരു നൽകണം. ഒപ്പം ഏർക്കാട് സ്കൂളിന്റെ സ്നേഹാദരവും നൽകുവാനായി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു.
ഒപ്പം ഞങ്ങളുടെ കൂടുതൽ മിടുക്കരായ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൂടെ നൽകണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ നസീർ സംക്രാന്തി, നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ നമസ്കാരം. എൻ്റെ കർത്തവ്യം ആശംസകൾ നേരുക എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരുപാട് അധ്യാപകരെ ആദരിച്ചു, പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു, പൂർവ്വ PTA പ്രസിഡന്റുമാരെ ആദരിച്ചു. പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഒരു ടീമിന് ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അതിൽ വന്ന മാറ്റങ്ങൾ, പല പല സംഭവങ്ങൾ, പല പല തലമുറകളെല്ലാം പഠിച്ചു. ആ തലമുറയുടെ സംഭാവനകൾ നമ്മുടെ സ്കൂളിൽ ലഭിച്ചു. തുടർന്നു ഇവിടെയുള്ള അധ്യാപകർ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നല്ല നല്ല പാഠ്യ പദ്ധതികളും ഒക്കെ സമ്മാനിച്ച് മുമ്പോട്ട് പോകാനുള്ള വെളിച്ചം പകർന്ന് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് എല്ലാ ടീച്ചേഴ്സിനെയും അഭിനന്ദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും PTA പ്രസിഡന്റ് അറിയിച്ചു. വളരെ ദിവസത്തെ വളരെ നാളുകളിലെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഒരു ശതാബ്ദി ആഘോഷം. കുഞ്ഞുങ്ങളെയൊക്കെ മടി വെച്ചുകൊണ്ട് അമ്മമാരൊക്കെ ഇരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇന്ന് ശതാബ്ദിയുടെ നിറവിൽ, അതായത് 100 വർഷങ്ങൾ പൂർത്തിയായതിന്റെ സമാപന ആഘോഷവേളയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ, അല്ലെ അതിലേറെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു ആഘോഷവേളയിൽ കടന്നു വരാൻ എനിക്കും സാധിച്ചു. ഒപ്പം ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ വർണ്ണക്കൂടാരം, നമ്മുടെ കുരുന്നുകളുടെ അത് കണ്ടപ്പെട്ട ഒരുപാട്, ഇപ്പൊ എന്റെ പൂർവ്വ അധ്യാപകര് എന്നെ പഠിപ്പിച്ച ഒരുപാട് അക്കാമ്മ ടീച്ചറെ, മറിയാമ്മ ടീച്ചറെ, ഏരിയാമ്മ ടീച്ചറെ, പൊന്നമ്മ ടീച്ചറെ, രാധ ടീച്ചറെ, പിന്നെ 1-2 ടീച്ചർമാരിവിടെ പോയി. ഇവരെല്ലാം എന്നെ പഠിപ്പിച്ചവരാണ്. അവരുടെ മുമ്പിൽ നിന്നോട് സംസാരിക്കാൻ കഴിയുന്നതിന്റെ ഭാഗ്യം എന്ന് കരുതുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഹരിശ്രീ കുറിച്ചവരാണ്. അതിന്റെ അഭിമാനം എനിക്കുണ്ട്. അഭിമാനത്തോടെ എന്റെ അധ്യാപകർക്ക് ബിഗ് സല്യൂട്ട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ വാക്കുകൾ രോമകൂപങ്ങൾ എഴുന്നേറ്റിരിക്കുന്നതിൽ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ച വ്യക്തികൾക്ക് മനസ്സിലാവുള്ളൂ. ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരുപക്ഷെ മനസ്സിലായിരിക്കും അധ്യാപകരുടെ വാക്കുകൾ. കാര്യം അന്ന് വഴിയെടുത്ത് ഒരു ചൊല്ലുണ്ട്, എന്നുവെച്ചാൽ അച്ഛനും അമ്മയും തല്ലിയില്ലെങ്കിൽ അധ്യാപകർ തല്ലണം, അധ്യാപകർ തല്ലിയില്ലെങ്കിൽ നാട്ടുകാർ തല്ലും എന്നുള്ള ചൊല്ല് ഇന്ന് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ അടി വാങ്ങിക്കൊണ്ട് രാധ ടീച്ചറിനെയും പൊന്നമ്മ ടീച്ചറിനെയും മറിയാമ്മ ടീച്ചറിനെയും ഒക്കെ അടി വാങ്ങിയിട്ടുണ്ട്. അടികളാണ് ഇന്ന് ഞങ്ങൾ ഇതുപോലൊരു വേദിയിൽ നിർത്താൻ പ്രാപ്തമാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കടന്നു വന്ന് നമ്മുടെ വർണ്ണക്കൂടാരം എന്ന ഒരു പ്രൊജക്ട് നമുക്കായി സമർപ്പിച്ച ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ PN വാസവൻ അവർ, അദ്ദേഹത്തിന് ടീം പരിപാടിന്റെയും ഒരുപാട് ഗവൺമെന്റ് UP സ്കൂളിന്റെയും വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ, ഈ ഒരു ആഘോഷത്തെ മഹോത്സവമാക്കി മാറ്റിയ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വൈകും. ഇവരെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. ഓരോ വാക്കുകൾ കൊണ്ടും ശാസ്ത്രങ്ങൾ കൊണ്ടും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു നൽകുന്ന പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രതിനിധികൾക്ക് ഒരുപാട് നന്ദി ഈ പരിപാടിയുടെ പേരിലും പരിപാടി സ്കൂളിന്റെ പേരിലും അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വൈകി വന്നു. എന്നുവെച്ചാൽ ഞാൻ ഇച്ചിരി താമസിച്ച് വിളിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ചൂടാവുമെന്ന് അറിയാൻ വേണ്ടി ചില മുൻകോപക്കാരനാണ് എനിക്ക് മുൻകൂർ ഒരു അറിവ് കിട്ടിയിരുന്നു. ഇല്ല, അങ്ങനെ ആത്മാർത്ഥ സുഹൃത്ത് നസീറിക്കാം ഇനിയും കടന്നു വരും നമ്മുടെ വേദിയിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരു അവസരം വലിയൊരു പ്രോഗ്രാം വേണ്ടി വേദിയിലേക്ക് കടന്നു വരാനായിട്ട് നസീറാക്കി സാധിക്കട്ടെ എന്നുള്ളത് ഈ ആഘോഷത്തെ അവിസ്മരണീയമാക്കിയ നസീറിനായിരിക്കും നന്ദിയും സേവർപ്പിക്കുന്നു. ഒപ്പം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഏരിയാട് സ്കൂൾ PTA, അതങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല എങ്കിലും ഇപ്പൊ പറയേണ്ടതിന്റെ ഭംഗിക്ക് വേണ്ടി PTA എന്ന് തന്നെ പറയണം. നമ്മുടെ സ്ഥിരത നേതൃത്വത്തിലുള്ള PTA രക്ഷകർത്താക്കളുടെ ഒരു സമൂഹം ഏരിയാട് സ്കൂളിന്റെ ചാലക ശക്തിയാണ്. അവരെ വിസ്മരിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ഓരോ നാണയത്തുണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എന്തൊരു പ്രോഗ്രാമിനെയും ഇവിടെ ടീച്ചർ എന്ത് ഭാവന ചെയ്തോ, അല്ലെ ടീച്ചർമാർ എന്ത് പ്ലാൻ ചെയ്തോ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക ഉള്ള ഉത്തരവാദിത്തം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിയ സംഘടനയാണ്
ടീം ഒരുകാട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. ഒപ്പം ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരെ സ്വന്തം മാതൃഭാഷത്തോടെ ചേർത്ത് നിന്ന പ്രിയപ്പെട്ട അധ്യാപകരെ ആരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ സമയം നൽകിക്കൊണ്ട് തന്നെ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ഞാനും ഇമോഷണൽ ആകുന്നു എന്നൊരു പ്രശ്നം കൂടി എനിക്കുണ്ട്. എന്തായാലും പിതൃതുല്യനായിട്ട് മാതൃലായിട്ട് സ്നേഹിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാം നന്ദി ഈശ്വരൻ അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു ആഘോഷവേളയ്ക്ക് വേണ്ടി നമുക്കിവിടെ ശബ്ദവും വിളിച്ചും ഒക്കെ വിന്യസിച്ച് സഹായിക്കുന്ന നമ്മുടെ JVയുടെ പ്രബുദ്ധനായ ഓപ്പറേറ്റർ കുഞ്ഞുമോൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഒരു സീറോയിൽ നിന്നാണ് ഞങ്ങളുടെ ആരംഭമൊക്കെ. ആ സീറോയിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിനുള്ള പണം കണ്ടെത്താനായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ടീം ഒരുകാടിന്റെ ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൈയടിച്ചേ ചോറുടെ ശരിയല്ലേ? ഓക്കെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് ടീം ഒരുകാടിന്റെ ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു ഓൾ. Wow.